ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 35-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളേവരും പ്രവേശിച്ചിരിക്കുന്നു. പ്രിയരെ, നോമ്പ് എന്നത് ദൈവത്തോടുള്ള ആത്മബന്ധം വളർത്തുന്നതിനുള്ള ഒരു ആത്മീയതയാണ്. നോമ്പ് കാലം വിശ്വാസികളെ പ്രാർത്ഥന, ഉപവാസം എന്ന ആത്മീയ മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ശരീരത്തെ മാത്രം നിയന്ത്രിക്കുക എന്നത് അല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ മാറ്റമാണ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്ന സമയം കൂടിയാണ് ഈ കാലഘട്ടം. നോമ്പ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിക്കായി സഹിച്ച കഷ്ടപ്പാടുകളും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവുമാണ്. അതിനാൽ നോമ്പ് ഒരു പതിവ് ആചാരമായി മാറാതെ അത് മാറ്റത്തിൻ്റെയും പുതുജീവിതത്തിൻ്റെയും ആത്മീയ യാത്രയായി തുടരണം. ശരീരമാകുന്ന വിത്ത്, ദ സീഡ് ദാറ്റ് ബിക്കംസ് ദ ബോഡി എന്ന ചിന്തയെ ആസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 24-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രിയരെ, ഈ തിരുവചന ഭാഗം ജീവിതത്തിൻ്റെ മഹത്തായ ഒരു രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു: മരണത്തിലൂടെയുള്ള ജീവൻ. ഒരു ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴുകുന്നില്ല എങ്കിൽ അത് ഏകമായിരിക്കും. എന്നാൽ അത് ചീഞ്ഞ് അഴുകുമ്പോൾ വലിയ ഫലം പുറപ്പെടുവിക്കുന്നു. ഇതിനെ ആധാരമായി 3 ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, സമർപ്പണത്തിൻ്റെ വിത്ത്, ദ സീഡ് ഓഫ് ഡെഡിക്കേഷൻ. വിത്ത് മണ്ണിൽ വീഴുന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് വലിയ ഒരു വിളവെടുപ്പിൻ്റെ തുടക്കമാണ്. നമ്മുടെ സ്വാർത്ഥതയും അഹന്തയും മണ്ണിൽ വീണ് അഴുകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ഫലമണിയുന്നത്. ദൈവഹിതമനുസരിച്ച് ഒരു സമർപ്പണമായ ജീവിതം നാം നയിക്കണം. മറ്റുള്ളവരെ കരുതുവാൻ ആ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, സ്വയപരിത്യാഗം, സെൽഫ് റിനൻസിയേഷൻ. സ്വന്തം ജീവനെ മാത്രം സ്നേഹിക്കുന്നവൻ പലപ്പോഴും അത് നഷ്ടപ്പെടുത്തുന്നു. ദൈവഹിതത്തിനായി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. മൂന്നാമതായി, മഹത്വീകരണത്തിൻ്റെ വഴി, ദ പാത്ത് ഓഫ് ഗ്ലോറിഫിക്കേഷൻ. യേശു തൻ്റെ മരണത്തെ ഭയപ്പെടാതെ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പ്രാർത്ഥിച്ചു. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമഹത്വം ലക്ഷ്യമാക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ശരീരം ദൈവഹിതത്തിനായി വിട്ടു നൽകുന്ന ഒരു വിത്തായി മാറട്ടെ. ലോകത്തിനു വേണ്ടി ദൈവ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ, രോഗികളെ കരുതുവാൻ, കഷ്ടതയിൽ ഇരിക്കുന്നവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക്
നമ്മളാൽ കഴിയുന്ന വിധം അറിവും പകർന്നു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വിത്ത് പോലെ അലിഞ്ഞു ചേരുവാൻ, അലിഞ്ഞു ചേർന്ന് പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് ഏവർക്കും മനസ്സുണ്ടാകണം. അതിനായി നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കുമാറാകട്ടെ. ആമേൻ.